ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് ഏതാനും സ്വഹാബിമാരെ ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ എന്ന വ്യാജേന ശത്രുക്കൾ കൂട്ടിക്കൊണ്ടുപോവുകയും അവരിൽ പലരെയും പാതി വഴിയിൽ അവർ കൊന്നുകളയുകയും ചെയ്തു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്നത് മക്കയിലെ ശത്രുക്കളുടെ കൈകളിലേക്കാണ്. അദ്ദേഹത്തെ ഒരു കുന്നിൻ മുകളിലേക്ക് അവർ കൊണ്ടുപോവുകയും അദ്ദേഹത്തെ കഴുമരത്തിൽ ക്രൂശിക്കാൻ ഒരുങ്ങുകയും ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. അവരനുവാദം കൊടുത്തു. വേഗത്തിൽ നിസ്കാരം പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ചു വന്നു. ആ സമയത്ത് ഭയമുണ്ടോ എന്ന് ശത്രുക്കൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പേടികൊണ്ടല്ല. എത്ര നേരം എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്നാലും എനിക്ക് മതിയാവുകയില്ല. പക്ഷേ ഞാൻ എൻ്റെ നിസ്കാരത്തെ ദീർഘിപ്പിച്ചാൽ നിങ്ങൾ വിചാരിക്കും മരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ നിസ്കാരം ദീർഘിപ്പിച്ചത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ലഘൂകരിച്ചത്. അദ്ദേഹത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ ചോദിച്ചു, താങ്കളെ കിട്ടിയ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരിക്കും താങ്കളുടെ നിലപാട്? അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹ് മാ ഉഹിബ്ബു അൻ യുശാക മുഹമ്മദ് ഷൗകതൻ അൻ വ അന ജാലിസുൻ ഫി ബൈതി. നിങ്ങൾ ഈ കൊലക്കയർ ഒരുക്കിയിടത്ത് എൻ്റെ റസൂലാവുകയും ഞാൻ വീട്ടിലാവുകയും ചെയ്യുന്നതല്ല. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ റസൂലിൻ്റെ കാലിലൊരു മുള്ള് തറച്ചു എന്ന് കേൾക്കുന്നത് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് വിധിച്ചോ അത് ഏറ്റെടുക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന്. അതിക്രൂരമായി ശത്രു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതൊരു നിലപാടാണ്. ഈ നിലപാട് പരലോകമുണ്ട് എന്നും സ്വർഗനരകങ്ങൾ സത്യമാണ് എന്നും ദീന് സത്യമാണ് എന്നും ഉറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് എടുക്കാൻ കഴിയുന്ന നിലപാടാണ്. എന്ത് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും മതരംഗത്ത് കണിശമായ നിലപാടെടുക്കുമെന്ന് പറയാനാകണം. നമ്മുടെ നിലപാട് എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ കപടവിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? 4-ാം അധ്യായം സൂറ നിസാഇന്റെ 143 അല്ലാഹു പറയാണ്, മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാ വലാ ഇലാഹ ഉലാ. രണ്ടിൻ്റെ ഇടയിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നവർ. അവരെപ്പുണ്ടോന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല, ഇവരെപ്പുണ്ടോ ചോദിച്ചാൽ ഇവിടെ ഇല്ല. രണ്ടിൻ്റെയും ഇടയിൽ നിലപാടെടുക്കാൻ കഴിയാതെ ആടിക്കളിക്കുന്നവർ, അവരാണ് കപടവിശ്വാസികളെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണോ സഹോദരങ്ങളെ നമ്മൾ ഒരു വിഷയം വരുമ്പോൾ അതിൽ നിലപാടെടുക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നവരാണോ നമ്മൾ പരിശോധിക്കണം. എന്നാൽ വിശ്വാസികളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? അവരുടെ നിലപാട് ഇങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ വാക്ക് ഇപ്രകാരം മാത്രമായിരിക്കും. ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അല്ലാഹുവിൻ്റെ റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കുള്ള ഇടയിലുള്ള ഒരു വിഷയത്തിൽ റസൂൽ നിലപാട് പറയുമ്പോൾ അതിലേക്ക് അവരെ ക്ഷണിച്ചാൽ അവരുടെ വാക്ക് ഇങ്ങനെയായിരിക്കും, അൻ യഖൂലൂ സമിഅനാ വഅതഅനാ. എന്താണോ അല്ലാഹുവും റസൂലും പറഞ്ഞത് അതിതാ ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അത് മാത്രമായിരിക്കും വിശ്വാസിയുടെ നിലപാട്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയം നേടിയ ആളുകൾ.
സഹോദരങ്ങളെ, രണ്ട് നിലപാടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മെ പഠിപ്പിച്ചത്. ഒന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിച്ച് ഒരു തീരുമാനമാകാത്തവർ. മറ്റൊന്ന്, അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സമിഅനാ വ അതഅനാ, ഞങ്ങളത് കേട്ടു, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത് അനുസരിച്ച് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നവർ. സഹോദരങ്ങൾ, ഇതിലെവിടെയാണ് നമ്മളുള്ളത്? അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് വില കൊടുക്കുന്നുണ്ടോ? അള്ളാഹുവും റസൂലും ഒരു കാര്യം നമ്മളോട് വിലക്കിയാൽ, വിരോധിച്ചാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആരാധനയിൽ, വേഷവിധാനത്തിൽ, ഭക്ഷണ രീതികളിൽ, കച്ചവടത്തിൽ, സാമ്പത്തിക മേഖലയിൽ അള്ളാഹുവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ദീനിന്റെ ഒരു നിലപാട് പറഞ്ഞാൽ എന്തു വന്നാലും ആ നിലപാടിലായിരിക്കും ഞാൻ ഉണ്ടാവുക എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് ജീവിതം കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല, അധർമ്മങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ വിശ്വാസിയുടെ നിലപാട് അള്ളാഹു പറഞ്ഞതെന്താ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദുർ റഹ്മാനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞില്ലേ, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. അധർമ്മങ്ങളും അനാവശ്യങ്ങളും നടക്കുമ്പോൾ അതിന്ന് വിട്ടുനിൽക്കും, അവിടെ വിശ്വാസം ഉണ്ടാകൂല. ഇനി അതിലൂടെ നടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മർറൂ കിറാമ, ഏതായാലും പോകല്ലേ, എന്നാ ഞാനൊന്ന് കൂടിക്കൊടുക്കാന്നല്ല, മാന്യമായി അതിൽ നിന്ന് മാറി ആ അശ്ലീലതയിൽ നിന്ന്, ആ ആഭാസത്തിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കും വിശ്വാസി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. സഹോദരങ്ങളെ, മതരംഗത്ത് ആ ഒരു കണിശത, നമ്മൾ വിശ്വസിച്ചാചരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ, അതിന് സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മതം സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യമുള്ള, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണിത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ചില വിഭാഗങ്ങൾ ദേശീയഗാനം നമ്മളെല്ലാവരും വളരെ ആദരപൂർവ്വം കേൾക്കുന്നതും പരിഗണിക്കുന്നതും ദേശീയഗാനം ആലപിക്കുമ്പോൾ നിശബ്ദമായി എഴുന്നേറ്റ് നിൽക്കുന്നതുമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരു മതവിഭാഗം ആ ദേശീയഗാനം ആലപിക്കുക എന്നത് അവരുടെ മതവുമായി അവർക്ക് യോജിക്കാൻ കഴിയാത്തതാണെന്ന് പറഞ്ഞപ്പോൾ ആ മക്കൾ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്നും അവരത് ആലപിക്കേണ്ടതില്ല എന്നും എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നും അവരുടെ മതസ്വാതന്ത്ര്യത്തിന് അനുവാദം കൊടുത്ത പരമോന്നത കോടതിയുള്ള നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സഹോദരങ്ങളെ, എവിടെ നമ്മൾ നമ്മുടെ നിലപാടെടുക്കുക? അതുകൊണ്ട് മതവിഷയങ്ങളിൽ നിലപാടുള്ള ആളുകളാകാൻ സാധിക്കണം നമുക്ക്. നിലപാടിൻ്റെ പ്രത്യേകത അതെടുക്കുകയും പറയേണ്ടിടത്ത് അത് തുറന്നു പറയുകയും ചെയ്യണം. ഒറ്റപ്പെടും, പക്ഷെ നിരാശപ്പെടേണ്ടി വരൂല. ഒറ്റപ്പെടും, നിരാശപ്പെടൂല നിലപാട് പറഞ്ഞവർ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നിലപാട് പറഞ്ഞു, ഒറ്റപ്പെട്ടു. കൂടെയുള്ളവർ മറുകണ്ഠം ചാടി. ഭരണാധികാരി അതിശക്തമായി വേദനിപ്പിച്ചു, പീഡിപ്പിച്ചു, ചാട്ടവാറിനടിച്ചു. അടിക്കുന്നതിനിടയിൽ ആ അടി നിർത്തിയിട്ട് ഭരണാധികാരി പറഞ്ഞു, ഒരു തവണ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് സമ്മതിച്ചാൽ ഒഴിവാക്കാം. അദ്ദേഹം നിലപാടെടുത്തു. പക്ഷേ ഇന്ന് ഇമാം അഹ്മദ് ഇമാം സുന്ന എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നിലപാടിൻ്റെ കൂടെ നിന്നവരെ എന്നും ഓർക്കപ്പെടുകയുള്ളൂ. അതിനെന്ത് വേണമെന്നറിയോ? നമുക്ക് പ്രതീക്ഷയുണ്ടാകണം. ഇത് എന്താ പാകുക എന്നുള്ളൊരു പേടിയല്ല വേണ്ടത്, പ്രതീക്ഷ വേണം. മക്കയിൽ പീഡനങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കാലത്ത് കഅബാലയത്തിന്റെ തണലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിക്കുമ്പോൾ ശരീരമാസകലം മുറിവ് പറ്റിയ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ, റസൂലേ പ്രാർത്ഥിക്കണില്ലേ ഞങ്ങൾക്ക് വേണ്ടി സഹായം കിട്ടാൻ? ശരീരത്തിലെ മാംസം കത്തിപ്പോയ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഗാമികൾക്കുണ്ടായ വേദനകളുടെ പീഡനങ്ങളുടെ ചരിത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലാ യതിമ്മന്ന ഹാദൽ അംർ ഹത്താ യസീറ അർറാകിബു മിൻ സൻആ ഇലാ ഹളറമൗത്ത്. ഖബ്ബാബ്, ഈ ദീന് വിജയിക്കുന്ന ഒരു കാലുണ്ടാകും. എങ്ങനെയെന്നറിയോ? സൻആയിൽ നിന്ന് ഹളറമൗത്ത് വരെ, രണ്ട് വിദൂര സ്ഥലങ്ങളാണത്. സൻആയിൽ നിന്ന് ഹളറമൗത്ത് വരെ ഒരാൾ യാത്ര ചെയ്യും. ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിഅബ അലാ ഗനമി, പടച്ചോനെയും ആടുകളെ ചെന്നായ പിടിക്കുമെന്നുള്ള പേടിയല്ലാതെ മറ്റൊന്നും പേടിക്കേണ്ടതില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാലം വരും. ഖബ്ബാബ്, പ്രതീക്ഷയാണ്. എന്നാണ് ഈ പ്രതീക്ഷ? കഴുത്തിൽ കുടൽമാല കൊണ്ടുവന്നിട്ടല്ലേ അത് എടുത്തു മാറ്റാൻ അധികമൊന്നും ആളില്ലാത്ത കാലത്ത് റസൂല് പറയാണ്,
നമ്മൾ ആരെയും പേടിക്കാതെ ജീവിക്കുന്ന ഒരു കാലം വരും. പക്ഷെ ധൃതി കാണിക്കരുത് എന്നാണ്. സഹോദരങ്ങളെ, പ്രതീക്ഷ വേണം നമുക്ക്. ആ പ്രതീക്ഷയ്ക്ക് കരുത്ത് പകരുന്ന ഒരു മാസമാണിത്. മുഹറം 10 ഏറെ പ്രത്യേകതയുള്ള ദിവസമാണ്. എന്താ അതിന്റെ പ്രത്യേകത? ഹാദാ യൗമുൻ അളീമുൻ അൻജല്ലാഹു മൂസ വഖൗമ വഗറക ഫിർഔന വഖൗമ. എന്താ മുഹറം 10ന്റെ പ്രത്യേകത? ധിക്കാരിയായ, സർവ്വാധികാരങ്ങളും കൈയാളിയ, എല്ലാം തന്റെ കാൽ കീഴിലാണ് എന്ന് മേനി പറഞ്ഞ ഫിർഔൻ മുക്കി നശിപ്പിക്കപ്പെടുകയും മര്യാദക്കൊന്ന് സംസാരിക്കാൻ കഴിയോ എന്ന ഫിർഔനിന്റെ പരിഹാസം കേൾക്കേണ്ടി വന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും അനുയായികളും വിജയിക്കുകയും ചെയ്തതിന്റെ ചരിത്രമാണ് മുഹറം പറയുന്നത്. പ്രതീക്ഷ വേണം നമുക്ക്. മുഹറം ഹിജ്റയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നു, ദുഃഖത്തിന്റെ ഹിജ്റ മാത്രമല്ല, സന്തോഷത്തിന്റെ ഒരു തിരിച്ചുവരവ് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മുടെ സഹോദരങ്ങളെ, നിലപാടുള്ളവർക്കേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഇവിടെ മാത്രമല്ല, മരണത്തിനപ്പുറത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഓതി തന്നില്ലേ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. മരിക്കുമ്പോൾ മലക്കുകൾ സന്തോഷ വാർത്ത പറയുന്നത് ആരോടാ? പടച്ചോനാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ച് പ്രതിസന്ധികളിലും അതിൽ ഉറച്ചു നിന്നവർ. ചിലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പോൾ എടുത്തിയാടുന്നത്? ഒരാഭാസം നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തിനാ നമ്മളത് പറയണത്? എന്തിനാ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കണത്? പിന്നെ ആരാ സഹോദരങ്ങളെ സംസാരിക്കുക? ആ സംസാരിക്കാനും ഉറച്ചു നിൽക്കാനും കഴിയുന്നവന് ഇവിടെ മാത്രമല്ല, മരിക്കുമ്പോഴും ആശ്വാസത്തിന്റെ വാക്കു കേൾക്കാനാകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി. ഒരധർമ്മം കാണുമ്പോൾ, തോന്നിയാസം കാണുമ്പോൾ, തിന്മ കാണുമ്പോൾ കൈകൊണ്ട് തടയാനാകുമോ നിങ്ങൾക്ക്? കൈകൊണ്ട് നിങ്ങൾ തടയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനി. കൈകൊണ്ട് കഴിയൂലേ, നാവുകൊണ്ട് പറയണം. ഫഇല്ലം യസ്തതി ഫബിഖൽബി വദാലിക അദ്അഫുൽ ഈമാൻ. ഇനി നാവുകൊണ്ടും പറയാൻ കഴിയൂലേ, മനസ്സുകൊണ്ടൊരു വെറുപ്പെങ്കിലും അതിലുണ്ടാകണം. അതാണ് ഈമാനിന്റെ ഏറ്റവും ചെറിയ അംശമെന്ന് കഴിഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് നാവുകൊണ്ട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇന്നും ഈ മണ്ണിൽ. ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തണം നമ്മൾ. ആഭാസങ്ങൾക്കെതിരെ, തോന്യാസങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണം. ഇല്ലെങ്കിൽ കപ്പലിന്റെ അടിത്തട്ടിലുള്ളവർ ദ്വാരമുണ്ടാക്കി വെള്ളമെടുക്കുമ്പോൾ നിശബ്ദമാകുന്ന മുകൾ തട്ടുകാർക്കും അപകടം ഒന്നിച്ചാണ് വരിക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അതെന്താ ചെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലം നമ്മളെല്ലാവരുമാണ് തോന്യാസങ്ങൾ വരുമ്പോൾ അനുഭവിക്കേണ്ടി വരിക. നമ്മുടെ കുട്ടികൾ അവരുടെ ജെൻഡറിൻ്റെ കാര്യത്തിൽ പോലും സംശയത്തിലാകുന്ന ഒരു വിദൂരമല്ലാത്ത കാലത്തേക്കാണ് ഈ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. പാൻറ്റും ഷർട്ടും ആകുന്നതിന് ഇപ്പം എന്താ പ്രശ്നമെന്ന് ഒരു കാലത്ത് യൂണിഫോമിൻ്റെ വിഷയത്തിൽ ചോദിച്ചില്ലേ? പിന്നീട് അത് എവിടെ എത്തി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെയും അപ്പുറത്തേക്ക് സഹോദരങ്ങളെ, സ്വയംഭോഗം എന്നതൊരു തിന്മയാണ്. ഒരു സ്വകാര്യമായ ആളുകൾ ചെയ്യുന്ന തിന്മ, അതിന് വരെ ഡേറ്റ് ഇട്ട് ആഘോഷിക്കുന്ന കാലമാണ് നമ്മുടെ നാട്ടിൽ. അറിയോ, ഒരു പെണ്ണിൻ്റെ പീരിയഡ്സ് എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ സ്വകാര്യതയാണ്. അതിനാഘോഷിക്കാൻ ദിവസം കാത്തു നിൽക്കുന്ന സംസ്കാരത്തിലേക്കാണ് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മിമ്പറിൽ നിന്ന് പറയാൻ നമുക്ക് പരിധിയുണ്ട്. ഈ തോന്യാസങ്ങൾ ഏതെങ്കിലും ചില മക്കളിലേക്ക് മാത്രം എത്തപ്പെടുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ല. കപ്പലിൻ്റെ അടിത്തട്ടിൽ ദ്വാരമുണ്ടാക്കുമ്പോൾ നിശബ്ദമാകുന്ന മുകൾ തട്ടുകാരുടെ ഹതഭാഗ്യത നമുക്കുണ്ടാകരുത് സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രതികരിക്കേണ്ടിടത്ത് നട്ടെല്ലു നിവർത്തി പ്രതികരിക്കാൻ ഭരണഘടന അവകാശം തരുന്ന ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് സാധിക്കണം. കരുത്ത് ഈ ദീനാണ്, കരുത്ത് പ്രതീക്ഷയാണ്. സ്വർഗം വരുമെന്ന ഒരിക്കലും അവസാനിക്കാത്ത പ്രതീക്ഷ. അതുകൊണ്ട് നിലപാടുകൾ എടുക്കണം. അപ്പോഴേ നമുക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ, അപ്പോഴേ ചരിത്രം നമ്മെ സ്മരിക്കുകയുള്ളൂ. ആ ഈമാനിൻ്റെ നിലനിൽപ്പെടുക്കാൻ, നിലപാടെടുക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.